ഭരണത്തിന്റെ അവസാന ലാപ്പിൽ വികസന മുന്നേറ്റ ജാഥയുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഇടത് സർക്കാരിന് ഓരോ ദിവസവും ലഭിക്കുന്നത് കനത്ത പ്രഹരങ്ങളാണ്. നിയമസഭയുടെ നടുത്തളത്തിൽ വെച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിച്ച കൃത്യമായ കണക്കുകൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന മന്ത്രി വാസവനെയാണ് കേരളം കഴിഞ്ഞ സഭാ ദിവസങ്ങളിൽ കണ്ടത്. മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ അവിടെ ശ്രമിച്ചുവെങ്കിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും കടുത്ത നിലപാടുകളുമായി കുത്തിനു പിടിച്ചതോടെ സർക്കാരിന്റെ വാദങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ ഇങ്ങനെ തകരുകയാണ് ഉണ്ടായത്. കോടതികളിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന തിരിച്ചടികൾ സഖാക്കളെ പോലും നിരാശരാക്കിയിരിക്കുകയാണ്. സച്ചിദാനന്ദനെ പോലെയുള്ള സാംസ്കാരിക നായകർ പോലും ഈ സർക്കാരിന് ഇനിയൊരു തുടർച്ച ഉണ്ടാകരുതെന്ന് പരസ്യമായി പറഞ്ഞു തുടങ്ങിയത് CPM-നെ വലിയ പ്രതിസന്ധിയിലുമാക്കി. ഇതിനിടയിലാണ് നടൻ പ്രേംകുമാറിനെ ചൊല്ലിയുള്ള പുതിയ വിവാദങ്ങൾ ഇടതുപക്ഷത്തിന് തലവേദനയാകുന്നത്. ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ സ്ഥാനത്തു നിന്ന് യാതൊരു വിശദീകരണവുമില്ലാതെ പുറത്താക്കിയതോടെ താൻ പഴയ KSUക്കാരനാണെന്ന വെളിപ്പെടുത്തലുമായി പ്രേംകുമാർ രംഗത്തെത്തിയത് CPM-നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിനു പിന്നിൽ KC വേണുഗോപാലിന്റെ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ട് എന്നതും വ്യക്തമാണ്. പ്രേംകുമാറുമായി KC വേണുഗോപാൽ ഫോണിൽ സംസാരിച്ചതും അദ്ദേഹത്തെ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ സജീവമാണ്. തിരുവനന്തപുരത്തെ നാടാർ വോട്ട് ബാങ്കിൽ വലിയ സ്വാധീനമുള്ള പ്രേംകുമാർ കോൺഗ്രസിനോടൊപ്പം ചേർന്നാൽ അത് ജില്ലയിൽ CPM-ന് വലിയ തിരിച്ചടിയാകും. പ്രത്യേകിച്ച് കഴക്കൂട്ടം പോലുള്ള മണ്ഡലങ്ങളിൽ പ്രേംകുമാറിന്റെ സാന്നിധ്യം കോൺഗ്രസിന് വലിയ മുൻതൂക്കവും നൽകും. പ്രേംകുമാറിനെ അനുനയിപ്പിക്കാൻ സാക്ഷാൽ കടകംപള്ളി സുരേന്ദ്രനെ തന്നെ നേരിട്ട് വീട്ടിലെത്തിച്ചുവെങ്കിലും കാണാൻ പോലും സാധിക്കാതെ മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇതും CPM-ന് കനത്ത പരാജയം തന്നെയാണ് വിളിച്ചോതുന്നത്. എങ്കിലും ശബരിമല ഉൾപ്പെടെയുള്ള കേസുകളിൽ കുടുങ്ങി എന്ന് ജയിലിൽ പോകുമെന്ന് ഉറപ്പില്ലാതെ കടകംപള്ളിയെ പോലൊരു നേതാവിനെ വിട്ട് എന്ത് അനുനയ ചർച്ച നടത്താനാണ് പാർട്ടി ശ്രമിക്കുന്നത് എന്ന പരിഹാസവും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തം നിലനിൽപ്പ് തന്നെ ഭീഷണിയായവർ നടത്തുന്ന ഇത്തരം ഒത്തുതീർപ്പ് ശ്രമങ്ങൾ വെറുതെയാകുമെന്നത് ഉറപ്പുള്ള കാര്യവുമാണ്. പാർട്ടിക്കുള്ളിലെ വിള്ളലുകളും സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ കൊഴിഞ്ഞുപോക്കും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ ഇടതുമുന്നണിക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്.